ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരു ആവറേജ് മലയാളി വിദ്യാർത്ഥിയുടെ പഠനകാലത്തെ പ്രധാനപ്പെട്ട ഒരു സ്വപ്നമാണ് പഠനത്തിന് ശേഷം വിദേശ രാജ്യത്ത് നല്ലൊരു ജോലി, ജീവിതം, അതനുസരിച്ചുള്ള ജീവിത സൗകര്യങ്ങൾ. ഇനി വിദേശം പറ്റിയില്ല എങ്കിൽ കേരളത്തിന് പുറത്ത് ഏതെങ്കിലും ഒരു സ്ഥലം. അപ്പോൾ സ്വദേശത്തു നിന്നും മാറി വിദൂരദേശത്ത് നല്ലൊരു ജീവിത സ്വപ്നം കൊണ്ട് ജീവിക്കുന്ന ഒരു ചെറിയ ആധുനിക സമൂഹമാണ് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹമാണ് ഇന്ന് കേരളത്തിലുള്ളത്. പൊതുവെ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് പ്രത്യേകിച്ച് നാടൻ പ്രദേശത്തുള്ളവർ കഴിയുമെങ്കിൽ അമ്മ വീട്ടിൽ അല്ലെങ്കിൽ പട്ടണപ്രദേശത്ത് +2 പഠിക്കാൻ പോകുന്നു. അതിനുശേഷം പറ്റിയ ബാംഗ്ലൂർ അല്ലെങ്കിൽ ബോംബെ, ഹൈദരാബാദ് അവിടെ പഠിക്കുന്നു. പിന്നീട് ബോംബെ അല്ലെങ്കിൽ അവിടെ നിന്ന് ജീവിതം ഒരുപക്ഷെ മിഡിൽ ഈസ്റ്റ്, ഗൾഫ് നാട്ടിലേക്ക് പറഞ്ഞു കൊടുക്കും. അവിടെയും വീടുടയ്ക്കാതെ പിന്നീട് വീണ്ടും പോരുന്നു. പറ്റാതെ ലണ്ടൻ, സ്കോട്ട്ലൻഡ്, അങ്ങനെ ഇവിടെയും ശരിക്കും വേരുടയ്ക്കാതെ ഇവിടെ നിന്ന് നമ്മൾ പലപ്പോഴും ഓസ്ട്രേലിയയിൽ കുടിയേറി പരിശ്രമിക്കുന്നത്. ഇങ്ങനെ ഒരിടത്തും വേറുടയ്ക്കാതെ പ്രവാസികളായി ദേശം മാറി ജീവിക്കുന്ന ഒരു മലയാളി സമൂഹത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഇവിടെ ഒഴുകി. ഒരുപക്ഷെ സ്വപിതാവിൻ്റെ ഭവനത്തിൽ ജീവിതം വച്ചുപിടിപ്പിക്കുവാനും സാധിക്കാതെ വരുമ്പോൾ പറിച്ചു മാറ്റപ്പെടുവാനും നാം ആഗ്രഹിക്കുകയും ഒരുപക്ഷെ നോക്കുകയും ചെയ്യും. ഇന്നത്തെ സുവിശേഷത്തിൽ സ്വന്തം പിതാവിൻ്റെ ഭവനത്തിൽ സന്തോഷം അനുഭവിക്കാൻ സാധിക്കാത്ത ഒരു പുത്രൻ എല്ലാം സമ്പാദിച്ച് എല്ലാം കൂട്ടിച്ചേർത്ത് വിദൂരദേശത്തേക്ക് പോയി അവിടെ ജീവിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ പ്രവർത്തനത്തിൻ്റെ, ജോലിയുടെ ആകത്തുക നല്ലൊരു നാളെയെ കണ്ട് ജീവിക്കുക എന്നുള്ളത്. ഒരുപക്ഷെ ഇന്ന് ജീവിക്കുവാൻ മറന്നുപോയിക്കൊണ്ട് നല്ലൊരു ഭാവി ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ആധുനിക മലയാളി സമൂഹമാണ് നമ്മൾ. അതുകൊണ്ടാണ് സമ്പാദിക്കുക എന്നൊരു ആശയം എല്ലായ്പ്പോഴും നമ്മുടെ ജീവിതത്തിൽ ധാരാളം. നാളത്തെ നാം പോകുമ്പോഴും ഒരുപക്ഷെ PR എന്ന 2 അക്ഷരം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുമ്പോഴും നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഒക്കെ കളർ മാറുമ്പോഴും വീണ്ടും നാം സ്വദേശത്തിലൊക്കെ പ്രചരിക്കാൻ പറ്റിയത് നല്ലൊരു വീട് പണിയാൻ പറ്റിയത് അതും നാം ചെയ്തു കൊടുക്കുന്നു. കാരണം സന്തോഷം എവിടെയും നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ്. അങ്ങനെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കുന്ന, അല്ലെങ്കിൽ സന്തോഷം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമാണ് വീണ്ടും നമ്മൾ ഇന്ന് സന്തോഷിക്കുവാൻ മറന്നു സാധിക്കാത്ത ഒരു സമൂഹമായി നാം മാറിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ വിശുദ്ധ അൽഫോൻസാമ്മയുടെ പെരുന്നാൾ ആഘോഷിക്കുന്ന ഇതൊന്നുമില്ലാതെ വെറും 36 വർഷങ്ങൾ മാത്രം വലിയ ജോലിയൊന്നും ചെയ്യാതെ സമൂഹത്തിൽ സുഖിയരാകാതെ അല്ലെങ്കിൽ വലിയൊരു സ്ഥാനം നേടാത്ത രോഗവും പേടിയുമായി മാത്രം ജീവിച്ച ആരാളും അറിയപ്പെടാത്ത ഒരു സാധാരണ സന്യാസിനിയുടെ ജീവിതമാണ് നാം ഇപ്പോൾ ആഘോഷിക്കുകയും ആഡംബരപൂർവ്വം ജീവിച്ചിരുന്നതായിട്ട് ഒന്നുമില്ലാതെ ഒന്നും നേടാൻ സാധിക്കാത്ത, ഒന്നും കയ്യിൽ പിടിക്കുവാൻ കഴിയാത്ത സഹനത്തിൻ്റെ ഒരു ചെറിയ ദാസിയെ ഇന്ന് ലോകം മുഴുവൻ തേടുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത മറ്റൊരു വശമാണ് അൽഫോൻസായി നാം പറഞ്ഞത്. കാരണം നാം തേടുന്നതല്ല അൽഫോൻസായി നാം കണ്ടെത്തുന്നത്. ആ അൽഫോൻസായാണ് നാം വരികയും ചെയ്യുന്നത്. സുവിശേഷത്തിലെ പദങ്ങൾ ഇപ്പോൾ വ്യക്തമാണ്. അവൻ എല്ലാം ശേഖരിച്ച് ഭൂതപുത്രനായി ജീവിക്കുവാനായിട്ട് ദൂരദേശത്തേക്ക് പോയി എല്ലാം നശിപ്പിച്ചു. അപ്പോൾ ക്ഷാമമുണ്ടാകുന്നു. വീണ്ടും അവൻ ഒരു ധനികനെ കൂടി അഭയം പ്രാപിച്ചു. അവിടെ അവന് ഭക്ഷിക്കുവാനില്ലായിരുന്ന അവസരത്തിൽ പന്നികൾക്ക് കൊടുക്കുന്ന കവടുകൊണ്ടെങ്കിലും വയർ നടക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. അതും കിട്ടിയില്ല. അപ്പോൾ അവന് സുബോധമുണ്ടായി. അപ്പോൾ ഒരുപക്ഷെ അവന് തവള കിട്ടിയിരുന്നെങ്കിൽ സുബോധമുണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഇന്ന് സുഭിക്ഷതയുടെ വയലിൽ കഴിയുന്ന നമുക്ക് ഈ സുബോധം രാവിലെ ഭവനത്തിലേക്ക് തിരികെ പോകണമെന്ന് സുബോധം ഉണ്ടാകുവാൻ സാധ്യത കുറവാണ്. അത് ഉണ്ടാകുക എളുപ്പമാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നാം കൈ പിടിച്ച് അവിടെ നമ്മുടെ കൈ ഉണർത്തുണ്ടാകാൻ, നല്ല ബോധം ഉണ്ടാകുവാൻ, സുബോധം ഉണ്ടാകുവാൻ, പിതാവിൻ്റെ പ്രവർത്തനം ചെയ്യുവാൻ സാധ്യത വളരെ കുറവാണ്. ഇല്ല എന്ന് തന്നെ ഒരുപക്ഷെ പറയുന്നു. എന്നാൽ നാം ആയിരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന കോൺസെപ്റ്റ് നമ്മെ മറ്റൊരു വശത്തേക്ക്
എന്ന് വെച്ചാൽ ഒന്നും നേടുവാൻ സാധിക്കാത്ത, ഒന്നും കൈപ്പിടിക്ക് ഉണ്ടാകുവാൻ സാധിക്കാത്ത ഒരു സാധാരണ സന്യാസം ആ ജീവിതം ഇന്ന് നാം ആഘോഷിക്കുകയും നമുക്ക് നമ്മുടെ കയ്യിലുള്ള ആഡംബരങ്ങൾ, നമ്മുടെ കയ്യിലുള്ള കാത്തു സൂക്ഷിക്കുന്ന ഇല്ലാതാകുന്നത് നമുക്ക് സുബോധമുണ്ട്. ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ആദ്യ വായനയിൽ യേശയ്യായുടെ പുസ്തകത്തിലെ ആദ്യ അധ്യായത്തിൽ പിതാവായ ഇസ്രായേൽ ജനതയെക്കുറിച്ച് വിലപിക്കുന്നു. രണ്ടാം വായനയിൽ പൗലോസ്ലീഹ ഇപ്രകാരം പറയുന്നു, എനിക്ക് കിട്ടിയതെല്ലാം ദൈവത്തിൻ്റെ ദാനം. ആ സുബോധം ദൈവത്തിന് വേണ്ടി സുബോധം ഉണ്ടാക്കി ഈ തിരുനാൾ ആഘോഷം അതിനായി ഞാൻ സജ്ജമാക്കുകയും ചെയ്തിട്ട് ഇതാണ് പരിശുദ്ധാത്മാവ്.